എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. ഇതുവരെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷ കൺഫേം ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷനും അതുപോലെ തന്നെ സ്കൂളും നൽകുന്ന സമയത്ത്, അത് സ്കൂളും കോഴ്സും നൽകുന്ന സമയത്ത് അത് മാറിയിട്ടില്ല എന്നുള്ള കാര്യം, നിങ്ങൾക്ക് വേണ്ട ട്രാൻസ്ഫർ ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ ഏത് സ്കൂളിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണോ മാറേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നാലും അത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. കൂടുതൽ ഓപ്ഷൻ നൽകണം എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേക്കൻസി ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേക്കൻസി വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. വേക്കൻസി ഇല്ലാത്ത ഓപ്ഷനിലേക്ക് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ആയിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള ആ ഒരു ഓപ്ഷൻസ് ആയിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രം ഓപ്ഷൻ വെക്കുക. അല്ലാതെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതായത് കൂടുതൽ ഓപ്ഷൻ വെച്ചാലേ ട്രാൻസ്ഫർ കിട്ടൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും അതുപോലെ തന്നെ സ്കൂളും മാത്രമേ വെക്കാവൂ. കാരണം വിദ്യാർത്ഥികളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, മുൻപ് പല വിദ്യാർത്ഥികളും സയൻസ് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ട് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂമാനിറ്റീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫസ്റ്റ് തന്നെ ഹ്യൂമാനിറ്റീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു കോഴ്സിലേക്ക് മാത്രം ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 21-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻറ്റിക്ക് ശേഷമാണ് ഉണ്ടാവാനുള്ള സാധ്യത. കറക്റ്റ് ഡേറ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും ആവശ്യമെങ്കിൽ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ മുൻപ് റിസൾട്ട് ചെക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് കോഴ്സിലേക്കാണ് മാറ്റം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫീസ് അടച്ചാൽ മതിയാകും. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സയൻസ് ആണ് ലഭിച്ചതെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ആദ്യം ലഭിച്ചത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആണ് എന്ന് കരുതുക. ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ്, അതിനുശേഷം ഈ ഒരു ബയോളജി സയൻസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അതായത് ഈ ഒരു രീതിയിലാണ് കോഴ്സ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു താഴെ നിന്ന് മുകളിലോട്ടേക്കുള്ള കോഴ്സുകളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഏകദേശം ഒരു 200 രൂപ ആ ഒരു രീതിയിൽ മാത്രമേ വരുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു മുകളിൽ നിന്ന് താഴോട്ടേക്ക്, അതായത് ഈ ഒരു ഹ്യൂമാനിറ്റീസ്, അതുപോലെ ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് 200 രൂപയോളമാണ് വരുന്നത്. അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ മുകളിലോട്ടാണ് എങ്കിൽ, അതായത് ബയോളജി സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രത്യേകിച്ച് ഫീസൊന്നും വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, അതിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ സയൻസിലേക്കോ, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സയൻസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് സയൻസിലേക്കോ ആണ് കിട്ടുന്നത് എങ്കിൽ, കൊമേഴ്സിൽ നിന്ന് ആ ഒരു രീതിയിൽ മുകളിലോട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരും. എന്നാൽ നിങ്ങൾക്ക് ബയോളജി സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമാനിറ്റീസിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ TCയും അതുപോലെ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു വാങ്ങി, അതുപോലെ PTA ഫണ്ടും തിരിച്ചു വാങ്ങി പുതുതായിട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.